കുറച്ച് നാളായിട്ട് നമ്മൾ ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ എവിടെയും കൊടുക്കാറില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിടത്തോളം അങ്ങനെ വേറെ ആരും കൊടുക്കുന്നില്ല ഇതുവരെ. അപ്പോൾ ഇക്ക ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഫുൾ ലോൺ കിട്ടും. ഞാൻ ശ്രദ്ധിച്ചില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 65,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ജെന്യുവൻ കിലോമീറ്റർ കമ്പനി സർവീസിലേക്കുന്ന വണ്ടി. ഓട്ടോമാറ്റിക്കലി ഏറ്റവും റേറ്റ് കുറഞ്ഞ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കിടക്കുന്നത്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ കുറഞ്ഞ ബഡ്ജറ്റിന്റെ വണ്ടികളുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഫുൾ ലോൺ കയറുന്ന അടുത്ത വണ്ടി സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. കാര്യങ്ങളുണ്ട്. അലോയ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അലോയ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, റിവേഴ്സ് ക്യാം കാര്യങ്ങൾ, സെൻസർ. 18 VXI ഓട്ടോമാറ്റിക് വരുമ്പോൾ MT ആയിരിക്കും. നേരത്തെ കാണിച്ചത് 1.5 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ പറയുന്നു. 1,65,000 രൂപ ഫൈനൽ കൊടുക്കാം. നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഇയോ. അതേ നമ്മുടെ ടിയാഗോ EV ഓടി വരുന്നുണ്ട്. CNG ഉള്ള വണ്ടിയാണ്, കമ്പനി ഫിറ്റഡ് CNG. ഫുൾ ടാങ്ക് CNG അടിച്ചു കൊടുക്കുന്നതായിരിക്കും. അതെ, ഫുൾ ടാങ്ക് CNG കൊടുക്കുന്നതായിരിക്കും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അപ്പോൾ ഞാനുള്ളത് SA കാശിലാണ്. SA കാശിൽ നിന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ അഫ്സലിക്ക് എവിടെയുണ്ട്? എന്തൊക്കെയുണ്ട്? നല്ല തന്നെ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്തായിട്ട് തന്നെയാണ് SA കാശിന്റെ ഷോറൂം വരുന്നത്. ക്വാളിറ്റി ഉള്ള കാറുകളും അതിൽ നിറയെ ഇന്ധനവും, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത അല്ലേ. ഫുൾ ടാങ്ക് ഫ്യൂവൽ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ എവിടെയും കൊടുക്കാറില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിടത്തോളം അങ്ങനെ വേറെ ആരും കൊടുക്കുന്നില്ല ഇതുവരെ. അപ്പോൾ ഇക്ക ഇങ്ങനെ കൊടുക്കാറുണ്ട്, വെറുതെ ഇങ്ങനെ പെട്രോൾ കൊടുക്കാനുള്ളേ കിടക്കട്ടെ. അപ്പോൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഏത് ചെറിയ വണ്ടി ആയാലും വലിയ വണ്ടി ആയാലും അതിൽ നിറച്ച് ഇന്ധനം, ഡീസലാണെങ്കിൽ ഡീസൽ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇലക്ട്രിക് ആണെങ്കിൽ ഫുൾ ചാർജിങ്. ഇലക്ട്രിക് ആണെങ്കിൽ ഫുൾ ചാർജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ക്വാളിറ്റിയുള്ള ഇഷ്ടംപോലെ വണ്ടികൾ മാറിക്കയറിയുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. പിന്നെ ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും നമ്മൾ സിംഗിളായിട്ട് റീലും ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനോ? ഓക്കെ. അപ്പോൾ ഇത് 2019 ടാറ്റ നെക്സോൺ XM എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ. ഇത് വരുന്നത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ഇത് ഫുൾ ലോണും കിട്ടും നമുക്ക്. ഇത് വണ്ടി ഇത് ബേസ് ആണോ മിഡ് വേരിയന്റ് ആണോ? മിഡ് വേരിയന്റ് ആണ്. XE ആണ് ബേസ് വേരിയന്റ്. ഇത് XM ആണ്. അതിന്റെ തൊട്ട് മേളിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. കൺട്രോൾസ് എല്ലാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വണ്ടികളിൽ മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. ഇത് മൂന്നും നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ റീപ്ലേസ്മെന്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ എന്താടാ ചൂണ്ടിക്കാണിക്കണേ? 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. ക്യാമറമാൻ അത് നോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ ടാറ്റയുടെ നെക്സോൺ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണെന്നുള്ളത്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. വില എത്ര പറഞ്ഞത്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. അതിൽ എത്ര ഫിനാൻസ് വരും? ഫുൾ ലോൺ കിട്ടും. ഞാൻ ശ്രദ്ധിച്ചില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന ആദ്യത്തെ വണ്ടിയാണ് സീറോ. സിബിൽ വേണം 750 അബോ സിബിൽ സ്കോർ വേണ്ടി വരും കേട്ടോ. അതെ. അടുത്ത സ്ഥലം എറണാകുളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്. അതെ, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഡെലിവറി ചെയ്യാം, ഫിനാൻസും ചെയ്യാം. ആധാറും ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിബിൽ സ്കോർ ഒക്കെ ആയിരിക്കണം. 750 ഒക്കെ സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ ആധാറും പാനും ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വേറെ എന്തൊക്കെ പ്രൂഫ് വേണ്ടേ നമുക്ക്? ലാൻഡ് ടാക്സ് കോപ്പി, സാലറി സ്ലിപ്പ്, ചെക്ക് ലീഫ്, ഫോട്ടോ, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ലാൻഡ് ടാക്സിന്റെ ഈ വാടക വീടുള്ളവർക്ക്, വാടക വീട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് IT റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഫിനാൻസ് കമ്പനി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും മറ്റൊന്നിലും നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത സ്വിഫ്റ്റ് വരുന്നത് 2021 മോഡല് ZX, ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AGS. 3 സെക്കൻഡ് ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് കിട്ടും. അതാണ് AGS തന്നെ വ്യത്യാസം. അസിസ്റ്റന്റ് ഉണ്ടാവില്ല. അത് കയറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടും, ഒരു 3 സെക്കൻഡ്. അത് AGSന്റെ സുസുക്കിയുടെ AGS എന്ന് പറയുന്ന ആ സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ വില എത്ര പറഞ്ഞു? 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരുതിയുടെ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോൺ വീഴില്ല. 50,000 രൂപ to 1 ലക്ഷം രൂപ വരെ മാരുതി, ടയോട്ട, ഹോണ്ട വണ്ടികൾക്ക് വേണ്ടി വരും. അല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് ഏകദേശം 90 to 100% ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഒരു ഡിസയർ വരുന്നത് 2012 മോഡല്, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. പെട്രോൾ VXI. 65,000 ജെന്യുവൻ കിലോമീറ്റർ കമ്പനി സർവീസിലേക്കുന്ന വണ്ടി. അതും ഡിസയർ ഒക്കെ ഈ ലോ കിലോമീറ്റർ 60,000 കിട്ടാന്ന് പറഞ്ഞാൽ റെയർ ആണല്ലോ വണ്ടി. അപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഒത്തിണങ്ങിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ള വണ്ടിയല്ല. അപ്പോൾ വില 2,90,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. 290 ഫൈനൽ റേറ്റ് പറയുന്നത്.
12 ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്യാൻ പറ്റൂല. ഫിനാൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 1 വർഷം ചെയ്യാൻ പറ്റും. അത് ഹ്യൂജ് എമൗണ്ട് വരും കസ്റ്റമർക്ക്. അത് 25,000 രൂപ EMI വരും. അതൊന്നും നടക്കുന്ന കേസല്ല. അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ റെഡി ക്യാഷ് ആയിരിക്കും ബെറ്റർ. അപ്പൊ നമുക്കിപ്പോ 13 തൊട്ടാണോ? 14 തൊട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 3 വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 15 വർഷമാണ് ഫണ്ടിങ് വന്നത്. 3 വർഷം കിട്ടണമെങ്കിലാണ് കസ്റ്റമറിന് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ വല്ല ഗോൾഡ് ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കസ്റ്റമർക്ക് ബെനിഫിറ്റ്. യൂസ്ഡ് കാറിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയായിരിക്കും. ഇങ്ങനെ പോലടാ ഒരു ഓട്ടോമാറ്റിക് വെർണ വരുന്നത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. ആ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ബമ്പർ കണ്ടറിയാൻ പറ്റും. 60 ചില്ലാനം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് 1.6. ഇത് വരുമ്പോൾ നമുക്ക് 4,75,000 രൂപ കൊടുക്കാൻ പറ്റും. 4.25 അല്ലേ? ഇതിനെന്ത് ഫിനാൻസ് കയറും? ഇതിന് നമുക്ക് ഫിനാൻസ് വരുമ്പോൾ ഏകദേശം 4,15 രൂപ 4,00,000 രൂപ അടുപ്പിച്ച് തന്നെ ഫിനാൻസ് വരും. 4,00,000 രൂപ അടുപ്പിച്ച് കയറും. ഇത് വേരിയന്റ് SX അന്നത്തെ SX ആണ് ഫുൾ ലോഡ് വണ്ടി. 15-16 ഹെഡ്ലാമ്പ് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. അന്നത്തെ 2015-16 ഫുൾ ലോഡ് വണ്ടിയാണ്. അപ്പൊ വേറെ റീപ്ലേസ്മെന്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിയല്ല. നീറ്റ് വണ്ടി കേട്ടോ. അപ്പൊ 1.6 ആണ്. നല്ല പവർ ഉണ്ടാവും. അടുത്ത വരുന്നത് 2012 മോഡൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും റേറ്റ് കുറഞ്ഞ വണ്ടിയാണ് ഇപ്പൊ നമ്മുടെ കിടക്കുന്നത്. 2,30,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 2.30 സെക്കൻഡ് ഓണർ 79,000 കിലോമീറ്റർ. 2012 വണ്ടി. അടുത്ത കൊല്ലം റീടെസ്റ്റ് വരുന്ന വണ്ടിയാണ്. അത് മാത്രമേ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളൂ. അത് എന്തായാലും വണ്ടിയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആകെ 13,500 ടാക്സ് അടിച്ചാൽ 2,500 ഫീസ് അടിച്ചാൽ വണ്ടി കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കാവുന്നുള്ളൂ. വേറെ ഒന്നും വണ്ടിയിൽ ചെയ്യാനില്ല. ടച്ച് അമ്പോളിച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണ്. അപ്പൊ അത്രയും ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. 2.30 ഫൈനൽ കൊടുക്കാൻ പറ്റും. ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. റെഡി ക്യാഷ് ഡീൽ മാത്രമേ പറ്റുള്ളൂ. അടുത്തതൊരു ടോപ്പിന്റെ നെക്സോൺ ആണോ? ടാറ്റ നെക്സോൺ ടോപ്പിന്റെ ആണോ? ടോപ്പിന്റെ. ഇത് നമുക്ക് വരുമ്പോൾ സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 6,75,000 രൂപ വണ്ടി ഫൈനൽ കൊടുക്കാൻ പറ്റും. 6.25 മോഡൽ വരുന്നത് 2021. ടോപ്പിന്റെ അല്ല, സോറി, XMA S ആണ്. സൺറൂഫ് വരുന്നുണ്ടെന്നുള്ളൂ. XZA+ വരുന്നുണ്ട്. അതാണ് ടോപ്പിന്റെ. ഇത് XMAയില് സൺറൂഫും കൂടി വരുന്നുള്ളൂ. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഡാഷ് ക്യാം വന്നിട്ടുണ്ട്. ഡാഷ് ക്യാം തന്നെ ബാക്കും വന്നിട്ടുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ കളർ വെറൈറ്റി ആണ്. 30,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന കമ്പനി സർവീസ് അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. കമ്പനി വാറന്റി ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ വില നമ്മൾ പറഞ്ഞു 6,75,000. 6,75,000. 6.25 ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഫുൾ ലോൺ കയറും. കിടക്കുന്ന വണ്ടി അടുത്ത 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് XMA S ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. അടുത്തത് ജീപ്പ് കോമ്പസ്. ഏറ്റവും കൂടിയ വിലയുടെ വണ്ടിയാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ളതിൽ കൂടിയ വണ്ടിയാണ്. നമ്മുടെ ഇപ്പൊ കുറഞ്ഞ വണ്ടി ഏതാ കിടക്കുന്നത്? നമ്മുടെ കയ്യിൽ കുറഞ്ഞത് ഇപ്പൊ 1.5 ലക്ഷം രൂപയുടെ റിറ്റ്സ് ആണ് കിടക്കുന്നത്. 2011 മോഡല് റിറ്റ്സ്. അവന് വേറെ റിറ്റ്സ് ഒക്കെ കേട്ടോ. ഈ ഒരു സൈഡിൽ കുറഞ്ഞ ബഡ്ജറ്റിന്റെ വണ്ടികളുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടിയ വിലയുടെ വണ്ടി ഏതാ മോഡല്? ഇത് വരുന്നത് 2018 മോഡല് 19 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ജീപ്പ് കോമ്പസ്. ഇത് നമുക്ക് 60-something കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓഗസ്റ്റ് വരെ ഓട്ടോകോണിന്റെ വാറന്റി ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസൽ മാനുവല് 24 ലക്ഷം രൂപ ഓൺ റോഡ് വന്നിരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 9 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. ഫുൾ ഓണിൽ വണ്ടി കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക്. ഇത് ലിമിറ്റഡ് ഫുൾ ഓപ്ഷൻ വണ്ടി. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ടോപ്പിന്റെ വണ്ടിയാണ്. ഡ്യുവൽ ടോൺ ആണ്. അപ്പൊ അത് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉള്ള ജീപ്പിന്റെ വണ്ടി. കളറും വെറൈറ്റി ആണ്. ഫാൻസി നമ്പർ ഉണ്ട്. 8,000 കോട്ടയം. റൂഫ് ഇന്റീരിയറും റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡ്യുവൽ ടോൺ ടൈപ്പിലാണ് വരുന്നത്. അപ്പൊ 9 ലക്ഷം രൂപ 9 ലക്ഷമാണ് ഇതിന് പറയുന്ന റേറ്റ്. ഇതിന് എത്ര മാക്സിമം ഫിനാൻസ് കയറും? ഫുൾ ലോൺ കയറുന്ന അടുത്ത വണ്ടി 24 ലക്ഷം രൂപ ഓൺ റോഡ് തന്നെ വണ്ടിയാണ്. അതെ. അപ്പൊ ആ റേറ്റ് വരുന്ന വണ്ടിയാണ് നമ്മൾ 9 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അടുത്തത് ആസ്പെയർ. ഫോർഡിന്റെ ആസ്പെയർ 2019 മോഡൽ പെട്രോള് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 67,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഫൈനല് 3.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 3.5. ഇത് പെട്രോൾ ആണോ? പെട്രോൾ ഫുൾ ഓൺ ചെയ്തു. ഫുൾ അല്ല, നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. കാരണം ഫോർഡിന്റെ വണ്ടി ആയതുകൊണ്ട് ഫുൾ ഓൺ ഇപ്പൊ കയറുന്നില്ല. ആസ്പെയർ മോഡൽ കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഫുൾ ഓണിൽ നമ്മൾ വിറ്റുകൊണ്ടിരുന്ന ഇനിയിപ്പോ നമുക്ക് ഒരു 3 ലക്ഷം രൂപ ലോൺ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇത് 3.5 രൂപ 50 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. വില എത്രയാന്ന് പറഞ്ഞാൽ 3.5 നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വേരിയന്റ് ഏതായിരുന്നു? ആസ്പെയറിന്റെ ട്രെൻഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്.
മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഇൻബിൽഡ് സിസ്റ്റം വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ സെൻസ് ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതും ഏകദേശം ഫാൻസി നമ്പറാണ്. ഇത് വേണമെങ്കിൽ ഫാൻസി നമ്പർ ആക്കാം. ഒരു 8 അവിടെ അധികമായിട്ട് കിടക്കുന്നതുള്ളൂ. അടുത്തത് വീണ്ടും ഫോർഡിന്റെ ഡീസൽ 40 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 2020 മോഡല് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം രൂപയ്ക്ക് ഡീസൽ മാനുവൽ ടൈറ്റാനിയം. അതിനകത്ത് ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ബെറ്റർ ആണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 44,000 കിലോമീറ്റർ 2020 എക്കോസ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ വേറെ ഡീസൽ വണ്ടി എടുക്കുന്നവർക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. ഇതൊരു NRI കസ്റ്റമറാണ്, അതുകൊണ്ടാണ് ആ കിലോമീറ്റർ കുറവ് വന്നത്. ഇത് നമുക്ക് ഫിനാൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഒരു 8 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും ഏകദേശം 14 ലക്ഷം രൂപ ഓൺ റോഡ് വന്ന വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് എല്ലാം പക്ക. അതായത് ഇനി 52,000 കിലോമീറ്ററിൽ കസ്റ്റമറിന് സർവീസ് ചെയ്താൽ മതി. 42 ലേറ്റസ്റ്റ് സർവീസ് ചെയ്തിട്ടാണ് വണ്ടി എനിക്ക് 16 കിലോമീറ്റർ ആയിട്ട് നോക്കിയാൽ മതി. അടുത്തത് സെൽറ്റോസ്. ഇത് പെട്രോൾ ആണ്, മാനുവൽ 2019 മോഡല്. HTK സൺറൂഫ് ഒന്നും ഇല്ല കേട്ടോ, അത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ്. ഇനി അതില് ആള് ഇതാവണ്ട. AC പവർ സ്റ്റിയറിംഗ്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. അലോയ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ സെൻസർ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് ഇതിനെല്ലാം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ വരുമ്പോൾ നമുക്ക് 790 കൊടുക്കാൻ പറ്റും. 790. അതിനകത്ത് ഏകദേശം 7.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ ഓൺഷിപ്പ് ഏതായിരുന്നു? കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ. കമ്പനി സർവീസിലേക്ക് വേണ്ടി കമ്പനി വന്ന ടയർ തന്നെ കിടക്കുന്നത്. ആ ടയർ മാറിയിട്ട് പോലും മാറിയിട്ടില്ല. അപ്പൊ ഇതിനും ഫിനാൻസ് കയറുമല്ലോ മാക്സിമം? ഫിനാൻസ് കയറും. 7.5 ലക്ഷം രൂപ ലോൺ കയറും. 7.5 ലക്ഷം രൂപ ലോൺ കയറുന്നതാണ്. അടുത്തത് സിറ്റി ഹോണ്ട സിറ്റി 2009 മോഡല്. 9 മോഡല് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 54,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. 2.5 ലക്ഷം രൂപ നമുക്ക് കൊണ്ടുവരും. 54,000 കിലോമീറ്റർ. പിന്നുള്ള അതിനകത്ത് മേജറായിട്ട് പറയാനുള്ള കാര്യം റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതായത് കച്ചവടക്കാരും ഒന്നും കൊണ്ടുവന്നതല്ല. ഇത് അവിടുത്തെ നേവിലെ ഒരു ക്യാപ്റ്റൻ യൂസ് ചെയ്ത് വെച്ച വണ്ടിയാണ്. അവിടെ ഛത്തീസ്ഗഡിൽ യൂസ് ചെയ്ത് വെച്ചാണ്. പുള്ളിയുടെ പേരിൽ 22 ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഏകദേശം 50,000 കിലോമീറ്റർ വരെ വണ്ടി കമ്പനി സർവീസും ഉണ്ട്. പക്ക ജെനുവിൻ കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. രജിസ്ട്രേഷൻ വാഹനമാണ്, പക്ഷെ വണ്ടി പെർഫെക്റ്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്നത്. അവിടെ ഇവിടെ ഒരാളുടെ പേരിൽ തന്നെ നിൽക്കുന്ന വണ്ടി. 2.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. സിറ്റി SMT വരുന്നത്. പെട്രോൾ മാനുവൽ. വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും, ലോൺ കിട്ടില്ല. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സെയിം വണ്ടി തന്നെ 2018 VXI ഓട്ടോമാറ്റിക്. വരുമ്പോൾ MT ആയിരിക്കും. നേരത്തെ കാണിച്ചത് AGS ആണ് വരുന്നത്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് 50,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വെക്കുന്ന വണ്ടി. വണ്ടിക്ക് മേജർ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനലി 5.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 5,25,000 രൂപ. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുമായിരിക്കുമല്ലോ? ചെറിയ ഡൗൺ പേയ്മെന്റ് 25 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. 5 രൂപ ലോൺ കിട്ടും. പിന്നെ ഇതിന് നെഗറ്റീവായിട്ട് പറയാനുള്ളത് കമ്പനി സർവീസ് ഇല്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്, സർവീസ് കമ്പനി പ്രോപ്പർ അല്ല. അത് ഒരു നെഗറ്റീവ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാര്യം മോഡൽ കൂടിയ വണ്ടിയുണ്ട്, അത് പറഞ്ഞു തന്നെ നമുക്ക് കൊടുക്കുന്നത്. ഉള്ള കാര്യം പറഞ്ഞു തന്നെ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് വണ്ടിക്ക് വില. 5.25 ലക്ഷം രൂപക്ക് സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് മാർക്കറ്റിൽ ഉണ്ടാവില്ല. റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കമ്പനി. അല്ല വേറെ കിലോമീറ്റർ മറിച്ചിട്ടില്ല. ഒക്കെ നമ്മൾ 100% ഗ്യാരണ്ടി. ജെനുവിൻ കസ്റ്റമർ ആണ്. പക്ഷെ അവര് 10,000 കിലോമീറ്റർ സംതിങ് ആണ് വണ്ടി ഷോറൂമിൽ കയറിയിട്ടുള്ളൂ. അവർ പുറത്താണ് ലോക്കൽ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതില്ല എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി. 2011 മോഡല് റിറ്റ്സ് VXI. 1.5 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ പറയുന്നു. 1.5 ലക്ഷം അല്ലേ? ഇത് നമുക്ക് ഈ സെപ്റ്റംബർ, ഇതിപ്പോ ജൂലൈ ആണ്, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് റിന്യൂവൽ വരും. അപ്പൊ ആ ഒരു റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? 1.5 ലക്ഷം രൂപ റിന്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടച്ച് ആൻഡ് പോളിഷിംഗ് ഉണ്ട്. അതിന്റെ പൈസ നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം. സമയം ആവാത്തോണ്ടാണ്. ഇപ്പൊ സെപ്റ്റംബർ 17 ആവണം. അതായത് ജൂലൈ 17-ാം തീയതി ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാ സമയത്ത് നമുക്ക് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു റേറ്റ് വ്യത്യാസം വരും. ഇപ്പൊ ഇത് 1.5 ലക്ഷം. അതിനകത്ത് ടാക്സ് അടച്ചിട്ടുണ്ട്. 5 ഇയേഴ്സ് ടാക്സ് അടച്ചിട്ടേക്കണ വേണ്ടിയാണ്. ഇനിയിപ്പോ കസ്റ്റമറെ സംബന്ധിച്ച് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുക, ടെസ്റ്റ് നടത്താം, അത് മാത്രമേ ഉള്ളൂ. നിലവിൽ മെക്കാനിക്കൽ ഇപ്പൊ എടുത്തിട്ട് മെക്കാനിക്കൽ സൈഡ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ നിലവിലൊന്നുമില്ല. നിലവിൽ മെക്കാനിക്കലൊക്കെ തീർത്തിട്ടേക്കണ 2 ഫ്രണ്ടിൽ 2 പുത്തൻ ടയറുണ്ട്. ആവറേജ് ബാക്ക് ടയർ ആവറേജ് ഉണ്ട്. ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുക, ടെസ്റ്റ് പാസ്സാക്കാം. ഇനി അതേ മോഡൽ തന്നെ 2010 മോഡൽ 11 രജിസ്ട്രേഷനിലേക്ക് റിറ്റ്സ് നമുക്ക് എന്താ പറയാ ടെസ്റ്റ് കഴിഞ്ഞെടുക്കുന്ന വണ്ടി. ഇതും VXI സെയിം വണ്ടി തന്നെ. 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി.
ഇത് നമുക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 1,65,000 രൂപ ഫൈനൽ കൊടുക്കാം. ഇതിന് കുറച്ചുകൂടി പേപ്പർ കൂടുതലുണ്ടോ? അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എടുക്കണോണ്ട് 2031 വരെ പേപ്പർ ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പോവാം. പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ട്, അതിനാകുമ്പോൾ റീപ്ലേസ്മെന്റ് ഇല്ല. അങ്ങനെ 2-3 വ്യത്യാസങ്ങളുണ്ട് രണ്ട് വണ്ടിയും തമ്മിൽ. ഇഷ്യൂസ് ഒന്നുമില്ല, മേജർ ആയതല്ല. പക്ഷെ റീപ്ലേസ്മെന്റ് ഉണ്ട്. നമുക്കൊരു ഡോർ ഉണ്ട്, ബോണറ്റ്, ഗ്ലാസ് ഒക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട്. വന്നിട്ടുണ്ടോ? കാര്യം ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ്, നമുക്കത് സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി അതല്ല റീപ്ലേസ്മെന്റ് വേണ്ടാത്ത കസ്റ്റമർക്ക് നമുക്ക് ഇതിനകത്തോട്ട് പോവാം. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് തേർഡ് ഓണർഷിപ്പ് വരും. കിലോമീറ്റർ 1,00,000 മേളിലുണ്ട്. ഇത് വരുമ്പോൾ 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ്. അപ്പൊ രണ്ടും കസ്റ്റമർക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടി, പാർക്കൻ സെയിൽ വരുന്ന വണ്ടികളും നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണിത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ടെസ്റ്റിന് മുമ്പ് കൊടുത്ത വില ഇട്ടാത്തതുകൊണ്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിടാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. ഇതാണെങ്കിലും ഓൾറെഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചേക്കുന്നതാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അതിനൊന്നും ആർക്കെങ്കിലും ഓടിച്ചു പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ടുള്ളൂ. അടുത്ത കിഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആണ്. 2020 മോഡല് RXL AMT വരുന്ന വണ്ടി. 33,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ആയി. 33,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. നമ്മൾ തന്നെ കൊടുത്താണ് കസ്റ്റമർക്ക്. കസ്റ്റമർക്ക് ഇപ്പൊ വേറെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ വന്നേക്കുന്നതാണ്. ഇത് വരുമ്പോൾ നമുക്ക് 3,75,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 3,75 ഫൈനൽ കൊടുക്കാൻ പറ്റും. പാർട്ടിയുടെ വണ്ടി തന്നെയാണ് നമുക്ക് കൊടുത്തേക്കണോണ്ട് തന്നെ നമ്മൾ പിടിച്ചു വെച്ചോളൂ. തീർച്ചയായും. അടുത്തത് വരുന്നത് 2,00,000 രൂപ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഇയോ. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ചെറിയൊരു വണ്ടിയാണ്. മോഡൽ ഏതാ? 2018 മോഡല് എറാ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 1,00,000 കിലോമീറ്റർ ഉണ്ട്. അത് മാത്രം നെഗറ്റീവ് പറയാനുള്ളൂ. പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ബോണറ്റും റീപ്ലേസ്മെന്റ്, ഡിക്കി ഗ്ലാസും ഉണ്ട്. ഡിക്കി ഇല്ല, ഡിക്കി ഗ്ലാസ് മാത്രം, ബോണറ്റും. ഫ്രണ്ട് വിൻഷീൽഡ് ഇല്ല. അതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. 2018 ഈ ഒന്നും എന്തായാലും റേറ്റ് ഉണ്ട്. ഇതല്ല റേറ്റ്, 2,00,000 രൂപയല്ല. അപ്പൊ ഈ അപാധകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് പറഞ്ഞത്. ഇത് 800 cc ആണ്. 1000 cc ഒരു ക്വിഡ് ഉണ്ട് നമുക്ക്. അടുത്ത ദിവസങ്ങളിൽ കയറും. 2016 മോഡല് ക്വിഡ് മാനുവല്. അത് നമുക്ക് 190 കൊടുക്കാൻ പറ്റും. സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. കാറ്റലോഗിൽ ആഡ് ചെയ്യും. അപ്പൊ കാറ്റലോഗ് നമ്പർ ഞാൻ കൊടുത്തു. ഇതിന് 2,00,000 അല്ലേ പറഞ്ഞത്? ഇതിന് 2,00,000. 2,00,000 ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. വേറെ വണ്ടി ഇപ്പൊ നമുക്ക് വേറെ നമുക്കുണ്ട്. ഇനിയിപ്പോ അത് ടിയാഗോ EV ഒരെണ്ണം വാഷിംഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഗണർ CNG കിടപ്പുണ്ട്. 2021 മോഡൽ കാണിക്കാം. അപ്പൊ അതും കൂടി കാണിച്ച് നമുക്ക് വണ്ടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ടെസ്റ്റർ എടുപ്പുണ്ട്. 2013 1 ടൺ ആണ്. 140 സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസൽ. ഇപ്പോ കാറ്റലോഗിൽ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പൊ ആ വണ്ടി കൂടി കാണിക്കാം. അതായത് നമ്മുടെ ടിയാഗോ EV ഓടി വരുന്നുണ്ട്. ഇതിപ്പോ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി കൊണ്ടുവന്നൊക്കെയാണല്ലേ? വന്ന വണ്ടിയാണ്. വാഷ് ചെയ്തിട്ട് വന്ന വണ്ടിയാണ്. 2025 മോഡൽ. ഒറ്റ കൊല്ലം പഴക്കമുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. 20,000 കിലോമീറ്റർ ഓടിയേക്കണം. EV. അതായത് 8 വർഷമാണ് വാറണ്ടി വരുന്നത്. 2033 വരെ വാറണ്ടി, അണ്ടർ വാറണ്ടിയിൽ വെക്കുന്ന വണ്ടി. ഇപ്പൊ ഇത് 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മിഡ് റേഞ്ച് ആണ്. EV ടിയാഗോ XT എന്ന് പറഞ്ഞ പേര്. XT വേരിയന്റ്. 9,40,000 രൂപ പുതിയത് വന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 6,00,000 രൂപ കൊടുക്കാൻ പറ്റും. 6,50,000 രൂപ. ഒറ്റ വർഷം യൂസേജ് ഉള്ളൂ. 20,000 കിലോമീറ്റർ. ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി. തന്നെ കസ്റ്റമർ നെക്സോൺ EVയിലോട്ട് മാറുന്നോണ്ട് കൊടുക്കുന്നതാണ്. കമ്പനി വന്ന ടയർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോ ഇതിന് ഫിനാൻസ് എങ്ങനെ കയറുക? ഇതിന് ഫിനാൻസ് നമുക്ക് ഒരു 5 രൂപ 6 രൂപയുടെ ഇടയിൽ നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് 75% ആണ് ലോൺ കയറുള്ളൂ. അതുകൊണ്ട് പെട്രോൾ ഡീസലും തരാൻ പറ്റില്ല. ഇത് നമ്മൾ ഫുള്ള് റീചാർജ് ചെയ്ത് കൊടുക്കും. റീചാർജ് ചെയ്തായിരിക്കും നമ്മൾ തരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് അടുത്ത വണ്ടി പോവാം. അടുത്ത നമ്മുടെ ഡസ്റ്റർ. എവിടെ എടുക്കണം? ഷോറൂമിന്റെ സ്ഥലപരിമിതി കൊണ്ട് നമ്മൾ പല സ്ഥലത്തായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഈ കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 13 മോഡൽ. 2013 മോഡല് 1 ടണ്ണിൽ നിൽക്കുന്ന 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. വേറെ മേജർ ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇതിന്റെ നമ്പറും കൊള്ളാം കേട്ടോ. 35 7 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് വണ്ടി വന്ന് കിടക്കണുള്ളൂ. ഇതൊക്കെ കയറാനുള്ള വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനുണ്ട്. നമുക്ക് 2,45 ലക്ഷം രൂപ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2,75,000 രൂപയ്ക്കാണ് വണ്ടി. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓണർ 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ നല്ലതാണ്. 1 ടൺ ആണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം പൊതുവേ 1 ടണ്ണിന് റീസെയിൽ കുറവാണ്. 85-നാണ് റീസെയിൽ മാർക്കറ്റ് അല്ല ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത്.
അപ്പൊ ഇതിന് 13 ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? 13 ഫിനാൻസ് ചെയ്താൽ കിട്ടാൻ പാടാണ്, 2 കൊല്ലമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ റെഡി ക്യാഷ് ആയിരിക്കും ബെറ്റർ. പിന്നെ 2 കൊല്ലത്തേക്ക് അവർക്ക് EMI കൂടുതലായിരിക്കും, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അടുത്ത വണ്ടി എവിടെ കിടക്കുന്നത്? അടുത്ത വണ്ടി വാർഷികയിൽ ബെയിൽ കിടക്കാൻ അവനാണ് ചാൻസ്. അപ്പൊ ഇനി അവിടെ പോവാം. അപ്പൊ ഫൈനൽ ലാസ്റ്റത്തെ വണ്ടി. യെസ്. അപ്പൊ വാഗണാർ ഏതാ മോഡല്? ഇത് 2021 മോഡല് വാഗണർ LXI 1 ലിറ്റർ CNG ഉള്ള വണ്ടിയാണ്. കമ്പനി ഫിറ്റഡ് CNG, 70,000 കിലോമീറ്റർ. നമുക്ക് ഈ വണ്ടി വരുമ്പോൾ ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട്, അത് മാത്രമാണ് ഒരു നെഗറ്റീവ് പറയാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും പക്കയാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് 4,60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 460 പെട്രോൾ വിത്ത് ഫുൾ ടാങ്ക് CNG അടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഫുൾ ടാങ്ക് CNG കൊടുക്കുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ കൊടുക്കൂലേ? പെട്രോൾ കൊടുക്കാം. അല്ലാതെ പെട്രോൾ നമുക്ക് ലാഭം CNG ആയിരുന്നു, അതാണ് ഞാൻ അത് പറഞ്ഞത്. നിങ്ങൾക്ക് 700 രൂപയ്ക്ക് നമുക്ക് ഫുൾ ടാങ്ക് ആവും. പെട്രോൾ നമുക്ക് അടിക്കുമ്പോൾ ഏകദേശം 10,000 രൂപ വരും. അപ്പൊ ഈ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് മൈലേജിന്റെ ടെൻഷൻസും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. നീറ്റ് വണ്ടിയാണ്. വണ്ടി വാഷ് ചെയ്തിട്ടില്ല, വണ്ടി കയറിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നീറ്റ് അല്ല വണ്ടി വാഷ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടേക്കണം. അപ്പുറത്തൊരു വണ്ടി വാഷ് ചെയ്യണതിനാണ് നിങ്ങൾ 4,60,000 രൂപ. 4,60,000 അല്ലേ? ഫിനാൻസ് നമുക്ക് 4 ലക്ഷം രൂപ ഫിനാൻസ് 4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഷോറൂമിലേക്ക് പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോകളിൽ. ഇനി ഏതൊക്കെ വണ്ടിയാണ് കയറാനുള്ളത്? ഇനി നമുക്ക് 2019 മോഡല് വെന്യൂ SX പ്ലസ് സൺറൂഫ് തന്നെ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്, 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പറഞ്ഞ കിടപ്പുണ്ട്. അത് വരുമ്പോൾ നമുക്ക് പ്രൈസിംഗ് ആയിട്ടില്ല, ഏകദേശം ഒരു 7 lakhs റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പെട്രോൾ ഓട്ടോമാറ്റിക് ടച്ച് ആൻഡ് പോളിഷിങ്ങിന് എടുക്കുകയാണ്. അതുകൂടാതെ ക്രെറ്റ ഡീസൽ 2015 SX ഫുൾ ഓപ്ഷൻ വണ്ടി, ഒരു സെലിബ്രിറ്റിയുടെ വണ്ടിയാണ്. അതും വർക്കിന് എടുക്കുകയാണ്, ടച്ച് ആൻഡ് പോളിഷിന് എടുക്കുകയാണ്. പറഞ്ഞുതരാം. അത് വരുമ്പോൾ നമുക്കത് ഒരു 7 ലക്ഷം രൂപ അതും കൊടുക്കാൻ പറ്റും. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി, വണ്ടികളൊക്കെ വെറൈറ്റി കളറുമാണ്. കളർ വരുമ്പോൾ കാണാം, സർപ്രൈസ്. ഓക്കെ. അപ്പൊ അത് കാറ്റലോഗിൽ ആഡ് ചെയ്യൂലേ? തീർച്ചയായും. മാനേജർ നെക്സ്റ്റ് ആഴ്ച നമുക്ക് റെഡി ആകും. അപ്പൊ ആൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം നമ്മൾ ഈ മാസം 31-ാം തീയതി വരെ. അത് പറഞ്ഞില്ല, ഈ മാസം 31 കേട്ടോ. അതായത് ഇത് ജൂലൈ അല്ലേ? ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും കർക്കിടക കിഴിവ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഈ ഓഫർ അങ്ങോട്ട് പെടുത്തി. അതെ. അപ്പോൾ ജൂലൈ 31 വരെയാണ് നമ്മൾ ഈ പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ കറണ്ടിന്റെ ഒക്കെ ഓഫർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫർ തീരും. അപ്പോൾ അതിന് മുന്നേ വരെ വന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒന്നും കൂടി ഞാൻ പറയാം, എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ മെട്രോ പില്ലർ നമ്പർ 257 തൊട്ട് മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി, പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പാർക്ക് ആൻഡ് സെയിൽ വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്വാളിറ്റി വണ്ടി ആയിരിക്കും. നമ്മൾ എറണാകുളം ജില്ലയിലെ എല്ലാ ഷോറൂമിൽ നിന്നും പോകാറില്ല, നമ്മൾ ചില ഷോറൂമുകളിൽ മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ഷോറൂമുകളിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അതിലൊരു ഷോറൂമാണിത് അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതല്ല. പിന്നെ അഫ്സലിക്കാണ് നമുക്ക് നല്ല പരിചയമുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും ബുദ്ധിമുട്ടിലാക്കില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട് അല്ലേ? തീർച്ചയായും. അപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഫ്യൂൽ ഓഫർ കഴിഞ്ഞിട്ടും പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞ് വന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം, ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതിനാണ് വീണ്ടും പറഞ്ഞത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വണ്ടി കയറുമ്പോൾ കാണാം. സർപ്രൈസ് വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് വരാം. താങ്ക് യു അഫ്സലിക്ക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.